അമ്പലത്തിൽ പിടിക്കല്ലേ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സാറ്റർഡേ വ്ളോഗാണ്. ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം നമുക്ക് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ജോലിക്കൊക്കെ പോയി. അപ്പോൾ രാവിലെ തന്നെ അമ്മ തുണിയെല്ലാം കഴുകി ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവൂൻ്റെ അടുത്ത് വന്നപ്പോൾ അവു അവിടെ നിന്ന് പെയിൻ്റ് അടിക്കുകയാണെന്നാണ് പറയുന്നത് ബൈക്കിന്. എന്ത് ചെയ്യാമെന്ന് ചോദിച്ചപ്പം അവനിപ്പം ഈയിടെയായിട്ട് ഈ സാധനം പെയിൻ്റ് അടിക്കാനുള്ളതാണെന്ന് മനസ്സിലായി. അങ്ങനെ അതിന് ശേഷം ഇതൊക്കെ എവിടെ നിന്നൊക്കെയോ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് അമ്മ ഉജാല മുക്കിയ ബാക്കി വെള്ളം വെച്ചിട്ട് അവൻ പെയിൻ്റ് അടിക്കുകയാണെന്നാണ് പറയുന്നത്. ബൈക്കിലാണ് പെയിൻ്റ് അടിക്കുന്നത് മൊത്തം. അങ്ങനെ ഭയങ്കര പണിയിലാണ്. അങ്ങനെ അവൻ്റെ അടുത്ത് നിന്നപ്പോഴാണ് നമ്മുടെ കണ്ണിൽ ഇതാ ഈ കാഴ്ചപ്പെട്ടത്. അമ്പൽ വിരിഞ്ഞു നമ്മുടെ വീട്ടിൽ. ഇടയ്ക്കിടയ്ക്ക് വിരിയാറുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഒരെണ്ണം വിരിഞ്ഞ് വാടിയതിനെ അവൻ പിച്ചാൻ നോക്കി. ഞാൻ മോനെ പിച്ചല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതും കേട്ടുകൊണ്ട് അവനങ്ങ് പോയി. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നാണ് ഫുള്ളായിട്ട് വിരിഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ വീട്ടിലെ മീൻകാരി ചേച്ചി മീനും കൊണ്ട് വന്നത്. അപ്പം നമുക്കിന്ന് കിട്ടിയത് അയലയും കൊഞ്ചുമാണ്. അങ്ങനെ കൊഞ്ച് ഇവിടെ ഞാൻ വന്നതിന് ശേഷം കൊഞ്ച് ഞാൻ തന്നെയാണ് നുള്ളുന്നത്. കാരണം അമ്മയ്ക്ക് നുള്ളാൻ പറ്റില്ല, അലർജിയാണ്. കൊഞ്ച് കൈ കൊണ്ട് എടുത്താൽ ചൊറിയും. അപ്പം ഞാൻ തന്നെയാണ് അത് കിട്ടിയ പാടെ ഞാനത് നുള്ളാനും പിന്നെ മീനും അയലയും കൂടെ കണ്ടിക്കാനിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടിച്ച് വൃത്തിയാക്കി നമ്മൾ അതാണ്ട് എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇന്നത്തേക്ക് നമുക്ക് വേണ്ട, ഇന്നത്തേക്ക് നമുക്ക് വേറെ ഇന്നലത്തെ മീൻ കണ്ടിച്ചത് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അത് മതി. അപ്പോൾ ഇതിപ്പോൾ നാളത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മാറ്റി ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് എടുത്തു വെച്ചു. അങ്ങനെ മീനൊക്കെ കണ്ടിച്ച് കയ്യഴുകി പുറത്തോട്ട് വന്നപ്പോഴാണ് അവന് അപ്പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടിയത്. അങ്ങ് അപ്പുറത്തോട്ട് പോകാനുള്ള ചാട്ടമാണ് ആ കണ്ടത്. എന്നിട്ട് കണ്ട കുഞ്ഞമ്മ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ വരുന്നത്. അവൻ ഈ അടുക്കള വശത്തൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫ്രിഡ്ജ് തുറക്കാനാണ്. എന്നിട്ട് തിരിച്ച് ഫ്രണ്ടിൽ കൂടെ പോകാനായിട്ടുള്ള ഓട്ടമാണ്. അങ്ങനെ അവനെ അവിടെ നിർത്തിയിട്ട് ഞാനിങ്ങനെ തിരിച്ചു പോരുന്നു. നമ്മൾ വന്നിട്ട് കണ്ട ഇതാണ് ചൗ ചൗ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം അരിയുന്നത്. ഞാനിതുവരെ അത് വാങ്ങിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ അമ്മ കടയിൽ പോയപ്പോഴത്തേക്കും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ അതിരുന്ന് അരിഞ്ഞു. അത് മൊത്തം അരിഞ്ഞിട്ട് അതിനകത്ത് ഇച്ചിരി ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് തോരൻ വെക്കാനാണ്. ഉള്ളി അരിയുമ്പം സാധാരണഗതിയിൽ ഞാൻ ഇത്രയൊന്നും അല്ല ഗൈസ് കരയുന്നത്, നന്നായിട്ട് കരയാറുണ്ട്. ഇന്നിപ്പോൾ കുറച്ചാണ് ഞാൻ കരഞ്ഞത്. കുറച്ചേ ഞാൻ അരിഞ്ഞുള്ളൂ ഉള്ളി. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൻ വന്നു അവനെയും കൊണ്ട് തിരിച്ചു വന്നതാണ്. അങ്ങനെ കണ്ണനും ഞാനും കൂടി ഇരുന്ന് അവിടെ ഒരു പഴുത്ത മാങ്ങയായിരുന്നു, പഴുത്തല്ല പച്ചയായിരുന്നു, അത് പഴുത്തതാണ്. അങ്ങനെ അവനും തിന്നു, അവനും കൊടുത്തു, ഞാനും കഴിച്ചു. മധുരമുണ്ട്, അവൻ പറയണം മധുരമുണ്ട് എന്നുള്ളത്. അങ്ങനെ എന്നിട്ട് അവൂനും ഒരു കഷ്ണം, അവൂനും ഒരു കഷ്ണമല്ല, അവൻ ഇങ്ങനെ മാങ്ങ കണ്ടാൽ തിന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അവവും തിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ചക്കയും ഉണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എവിടെ നിന്നോ ചക്ക കിട്ടി. അങ്ങനെ അത് ഇച്ചിരി പഴുത്ത് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ചക്കയും മാങ്ങയും എല്ലാം തിന്നു. ഇന്നാണ്ട് അമ്മ അവക്കുട്ടന് പിന്നെയും കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അവനാണെങ്കിൽ അങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചക്ക മാങ്ങ. അതിനിടയിൽ കൂടെ അമ്മയും കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുക്കളയിലോട്ട് കയറി എല്ലാം വെക്കാനുള്ള പരിപാടിയിലാണ്. അമ്മ തന്നെയാണ് വെക്കുന്നത്, ഞാനെല്ലാം അരിഞ്ഞു കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ ഒന്ന് രണ്ട് കഷ്ണം ചക്കയെടുത്ത് ഒന്ന് രണ്ട് പീസ് മാങ്ങയെടുത്ത് ടി വി കണ്ടുകൊണ്ട് വന്നിരുന്നത് പിന്നെയാണ്. ഞാൻ നോക്കിയപ്പം കണ്ണൻ വെച്ചിരിക്കുന്നത് എന്താ മിസ്റ്റർ ബീൻ. അപ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ വന്നത് കാണാനായിട്ട്. അങ്ങനെ മിസ്റ്റർ ബീൻ കണ്ടുകൊണ്ട് അതിരുന്ന് കഴിച്ചു. ഇച്ചിരി കഴിഞ്ഞ് നമ്മൾ ചോറ് കഴിക്കാറായി. അതായത് ഇന്നത്തെ ചോറിൻ്റെ വിശേഷം ഇതാണ് ചോറ്, കറികളെല്ലാം ഇതൊക്കെയാണ്. മീൻ കറി, തോരൻ എല്ലാം ഉണ്ട്, പുളിശ്ശേരി. അങ്ങനെ ചോറൊക്കെ ഉണ്ടിട്ട് ഞാൻ കുറച്ച് സമയം വന്ന് റൂമിൽ വന്ന് ഫോണിലിങ്ങനെ റീൽസും അതും ഇതൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ കിടക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മയങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.